പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി കേന്ദ്രത്തിനെതിരെ ചോദ്യങ്ങൾ ഉയരുകയാണ്. രാജ്യത്തേക്കുള്ള തീവ്രവാദികളുടെ കടന്നുകയറ്റത്തിനെതിരെ മുൻപ് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ മോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നു. അന്നത്തെ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനുമെതിരെ രൂക്ഷ വിമർശനമുയർത്തുന്ന മോദി സുരക്ഷാ വീഴ്ചകൾ സംബന്ധിച്ച് വിവിധ ചോദ്യങ്ങളാണ് അന്ന് ഉയർത്തിയിരുന്നത്. 2012 മോദിയുടെ ആ പ്രസംഗം. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരൂ. തീവ്രവാദികൾക്കും നക്സൽവാദികൾക്കും ആയുധങ്ങൾ എവിടെ നിന്ന് കിട്ടുന്നു? അവർ വിദേശ മണ്ണിൽ നിന്നല്ലേ വരുന്നത്? അതിർത്തികൾ പൂർണ്ണമായും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലല്ലേ എന്നൊക്കെയാണ് മോദിയുടെ ചോദ്യങ്ങൾ. അതിർത്തികളെ സുരക്ഷിതമാക്കണമെന്നും മോദി ആവശ്യപ്പെടുന്നുണ്ട്. BSF, തീരദേശ സുരക്ഷ, നേവി എല്ലാം നിങ്ങളുടെ കയ്യിലല്ലേ? എന്നിട്ടും തീവ്രവാദികൾ എങ്ങനെ വരുന്നു? പണവിനിമയം നിങ്ങൾ നിയന്ത്രിക്കുന്ന RBIയുടെ കയ്യിലല്ലേ? എന്നിട്ടും അവർക്ക് എങ്ങനെ പണം കിട്ടുന്നു? ആശയവിനിമയ സംവിധാനങ്ങൾ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ലേ? തീവ്രവാദികൾ ഇമെയിൽ വഴിയും ഫോൺ വഴിയുമൊക്കെ ആശയവിനിമയം നടത്തുന്നു. എന്നിട്ടും നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരുടെ ആശയവിനിമയങ്ങൾ പിടിച്ചെടുക്കാനും തടയാനും ആവുന്നില്ല എന്നും മോദി ഈ പ്രസംഗത്തിൽ ചോദിക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹവാല വഴി ഇന്ത്യയിലെ തീവ്രവാദികളിലേക്ക് എത്തുന്ന ഫണ്ടിന്റെ ഒഴുക്ക് പ്രധാനമന്ത്രിക്ക് നിരീക്ഷിക്കാൻ പോലും കഴിയുന്നില്ലേ? തീവ്രവാദികൾ രാജ്യത്തിന്റെ അധികാരം ഇല്ലാതാക്കാൻ നോക്കുമ്പോൾ ഡൽഹിയിലിരിക്കുന്ന സർക്കാർ അതൊന്നും കാണുന്നില്ല. അവർക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഇങ്ങനെ ആഞ്ഞടിക്കുന്നുണ്ട് മോദി. ഈ പ്രസംഗം നടത്തി 2 വർഷത്തിന് ശേഷമാണ് 2014 BJP കേന്ദ്രത്തിൽ അധികാരത്തിലെത്തുന്നതും മോദി പ്രധാനമന്ത്രിയാകുന്നതും. മോദി പ്രധാനമന്ത്രിയായ ശേഷം പത്താൻകോട്ട്, ഉറി, പുൽവാമ അടക്കം നിരവധി ഭീകരാക്രമണങ്ങൾ രാജ്യത്ത് നടന്നു. സൈനികരുൾപ്പെടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്തു. ചൊവ്വാഴ്ച വീണ്ടും ജമ്മു കശ്മീർ മറ്റൊരു ഭീകരാക്രമണത്തിന് സാക്ഷിയാവുകയും 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിന് പിന്നാലെ സുരക്ഷാ വീഴ്ച ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. ഇതിനിടെയാണ് മോദിയുടെ പഴയ പ്രസംഗം ട്വിറ്ററിൽ ഉൾപ്പെടെ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. പ്രധാനമന്ത്രി മോദിയോട് പ്രസക്തമായ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയുന്ന രാജ്യത്തെ ഒരേ ഒരു വ്യക്തി അദ്ദേഹം തന്നെയാണെന്നാണ് ആളുകൾ പറയുന്നത്. പഹൽഗാം ആക്രമണത്തിനു ശേഷം നിലവിലെ പ്രധാനമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തുകയോ സുരക്ഷാ വീഴ്ചയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും നെറ്റിസൺസ് പറയുന്നു. ഭീകരാക്രമണ പശ്ചാത്തലത്തിൽ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ മോദി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിലാണ് നിലവിലുള്ളത്. ഇതേസമയം കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ച ഒരു മാധ്യമപ്രവർത്തകനെ BJP പ്രവർത്തകർ ആക്രമിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. ജമ്മു കശ്മീരിലെ കത്വ ജില്ലയിൽ പഹൽഗാം ആക്രമണത്തിനെതിരെ BJP നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് ദൈനിക് ജാഗരൺ റിപ്പോർട്ടർ രാകേഷ് ശർമ്മയ്ക്ക് മർദ്ദനമേറ്റത്. രാകേഷ് ശർമ്മയും മറ്റ് മാധ്യമപ്രവർത്തകരും സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പാർട്ടി MLA മാർ ഉൾപ്പെടെയുള്ള BJP പ്രവർത്തകർ ഇവർക്ക് നേരെ തിരിയുകയായിരുന്നു. ജമ്മു കശ്മീരിലെ സുരക്ഷ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യം. BJP നിയമസഭാംഗങ്ങളായ ദേവീന്ദർ മന്യാൽ, രാജീവ് ജസ്രോദിയ, ഭരത് ഭൂഷൺ എന്നിവരും സ്ഥലത്തുണ്ടായിരുന്നു. പരിക്കേറ്റ രാകേഷ് ശർമ്മ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതികൾക്കെതിരെ പാർട്ടി നടപടിയെടുക്കുന്നതുവരെ BJPയുടെ എല്ലാ പരിപാടികളും ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് റിപ്പോർട്ടർമാർ.